എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അഫ്സൽ കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. നമുക്കിന്ന് പച്ചക്കായ വെച്ചിട്ട് ഒരു അടിപൊളി മെഴുക്കുവരട്ടി തയ്യാറാക്കിയാലോ. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഈ മെഴുക്കുവരട്ടി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഈ ഒന്ന് പാകത്തിന് നുറുക്കിയെടുത്തിട്ട് വരാം. കായെല്ലാം ഞാൻ ഇതുപോലെ ഒരു പാകത്തിന് നുറുക്കി കഴുകി ഇതുപോലെ ഒന്ന് വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമെല്ലാം നന്നായിട്ട് വാർന്നു പോകാനായിട്ട് ഇതുപോലെ മാറ്റി വയ്ക്കുക. അപ്പം തന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു 2-3 പച്ചമുളകും ഒരു സവാളയും കൂടി നുറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പച്ചമുളകും സവാളയും കായയും ചേർന്നാൽ അടിപൊളി ടേസ്റ്റിയായ ഒരു ഡിഷാക്കി നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. അങ്ങനെ നമ്മുടെ പച്ചക്കായ മെഴുകുവരട്ടി തയ്യാറാക്കുവാനായിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ട് വെച്ച് നമ്മുടെ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നാടൻ വിഭവങ്ങളെല്ലാം തയ്യാറാക്കുമ്പോൾ തീർച്ചയായും വെളിച്ചെണ്ണ തന്നെയാണ് വളരെ ടേസ്റ്റി കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വരാൻ തുടങ്ങുമ്പോഴേക്കും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച കായ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇച്ചിരി ഉപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് വിതറി കൊടുക്കാം. നമ്മൾ സാധാരണ കായ മെഴുക്കുവരട്ടി അങ്ങനെ തയ്യാറാക്കുന്നേക്കാളും തോരനും അവിയലും ഒക്കെയാണ് തയ്യാറാക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക. പക്ഷെ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാകും. കൂടെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പച്ചമുളകും സവോളയും കൂടി അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ്. അതിൻ്റെ ഒപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പച്ചമുളകിന് പകരം നമുക്ക് വേണമെങ്കിൽ ചതച്ച വറ്റൽ മുളകോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ എന്നാലും ഈ മെഴുക്കുവരട്ടിക്ക് പച്ചമുളക് ഇടുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. വളരെ ടേസ്റ്റിയായ ഒരു ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു ടേസ്റ്റാണ്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ സാധാരണ തോരനൊക്കെ ഒത്തിരി നേരം വെച്ചിരിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അത്രയും നേരം ഒന്നും അടുപ്പിൽ വെച്ചേക്കരുത്, കാരണം ഇതിൽ അടിക്ക് പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. കായ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടിയുടെ കായ ഇങ്ങനെ മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റോളം ആയി കഴിഞ്ഞു. ഏകദേശം തന്നെ ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. കണ്ടോ, നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ കായ മെഴുക്കുവരട്ടിയാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും തന്നെ വിട്ടുപോകരുത്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആ ചെറിയ ബെൽ ബട്ടൺ അമർത്തി ഓൾ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. അപ്പോൾ അഫ്സൽ കിച്ചൺ എന്ന് പറയുന്ന ചാനൽ ആരും മറന്നു പോകരുത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വളർച്ച ഉണ്ടാകുകയുള്ളൂ. ഫ്രണ്ട്സ്, തീർച്ചയായും ഇതുപോലെ തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാകും. കണ്ടോ, വളരെ ടേസ്റ്റിയായ യമ്മിയായ നല്ല കായ മെഴുക്കുവരട്ടിയാണ്. തയ്യാറാക്കി നോക്കിയിട്ട് എല്ലാവരും കമൻസ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.